चैनल तो सर्वम माया के एक और नए पार्ट के साथ आ गए हैं यार। बहुत ही कमाल की चल रही है मूवी और हम लोगों को पता लगा कि कैसे जो दिलीलू है ना वो सादिया के साथ जो प्रबिंदु का क्लोजनेस हो रही है उसको लेकर ना वो इनसिक्योर हो काफी रही है। ज्यादा इनसिक्योर हो रही है। वही बाकी देखते हैं किस पार्ट में क्या होता है। सो फिर आप भी देखिए हम भी देखते हैं। Let's लेट्स ഫുഡിന്റെ നാളത്തെ ഫൈനൽ കൗണ്ട് കൊടുക്കാനാണ്. ഇനി ആരെങ്കിലും വരാനുണ്ടോ? ആ ഒരാളുണ്ട് വെജ്. ഹായ് പ്രബിന്ദു, इनवाइट कर रही है നെക്സ്റ്റ് വീക്ക് सब നമുക്ക് ഒരുമിച്ച് ബോംബെക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ഇങ്ങോട്ട് വന്നപ്പോ കൊച്ചി എത്തിയത് അറിഞ്ഞതുപോലല്ല. താങ്ക്സ് ഫോർ ദ കമ്പനി. इनसिक्योर तो नहीं हो रही। നാളെ ഈവനിങ് ആണ് കസിൻ ബ്രദറിന്റെ സംഗീത് ഇവന്റ്. ഫ്രീ ആണെങ്കിൽ വരാന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് റിമൈൻഡ് ചെയ്യാന്ന് കരുതി. ഐ ഹാവ് സെൻഡ് ദ ലൊക്കേഷൻ. बट इसने कॉल क्यों कट किया था फिर? പൊക്കിപ്പിടിപ്പിക്കുന്ന നാണമുണ്ടോ? നമുക്ക് പോയാലോ? വേണ്ട കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് നിന്നാലാണ് ഒരു വിലയുണ്ടാവും. ഒരാൾ ഇത്രയും ഫ്രാങ്ക് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഡോണ്ട് ഡു ദിസ് സ്റ്റുപ്പിഡ് ജാഡ. ഓക്കെ, ജാടയൊന്നല്ല ഡിലുലു, എനിക്കൊരാൾ പെട്ടെന്ന് ക്ലോസ് ആകുമ്പോൾ എന്തോ പോലെയാണ്. സി ആദ്യമായിട്ട് കാണുന്ന നമ്മളോട് അല്ല, ആക്ച്വലി സോറി പ്രഭയോട് ഇത്രയും വേഗം ആ ഫുൾ ബ്രേക്കപ്പ് സ്റ്റോറി പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഐ തിങ്ക് ഷീസ് ഇൻടു യു. ഏയ് അത് നമ്മുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞോണ്ടിരിക്കും. നോട്ട് ജസ്റ്റ് ദാറ്റ്. ഇപ്പൊ വേറെ വല്ല പയ്യന്മാരാണെങ്കിലേ ഈ ഗ്യാപ്പിൽ കയറി ഞാൻ തുടങ്ങിയാണ്. പിന്നെ ഞാൻ പൊക്കിപ്പറയാണെന്ന് വിചാരിക്കണ്ട, ബട്ട് ഐ തിങ്ക് യു ആർ ആക്ച്വലി എ നൈസ് ഗൈ. ശരിക്കും यार इसको बुरा नहीं लग रहा है क्या कि उसके साथ इतना टाइम എന്നാലേ स्पेंड नहीं करते? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ഈ ആണുങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണെന്നേ. പാർക്കിംഗ് കിട്ടാതെ കിടന്ന് കറങ്ങുമ്പോൾ നല്ല സ്പോട്ടിൽ വണ്ടി എടുക്കുന്ന കണ്ട ഉടനെ അങ്ങ് ഇടിച്ച് കയറിക്കോളും പ്രേമരോഗികൾ. പ്രേമം ഈ ഞാൻ इसको हो भी नहीं रहा है कहीं इसको ये तो नहीं होगी मुझसे മ്യൂസിക് ഇസ് മൈ ഓൺലി ലവ്. മാങ്ങാ തൊലി മ്യൂസിക്കിനെ ഒന്ന് വെറുതെ വിട്ട്. ആൻഡ് ഈ സിംഗിൾ ആയിട്ട് നടക്കുന്ന പയ്യന്മാരാണ് മോസ്റ്റ് റൊമാൻറ്റിക്. എന്ത് ഷേ പ്രഭിങ് വന്നേ, എന്നിട്ട് വാ ഒന്നിരിക്കെ. പ്രഭ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അത് ബെറ്റർ ആക്കത്തേ ഉള്ളൂ. ഇപ്പൊ ഒറ്റൊരു നോട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാള്, പിന്നെ മിണ്ടാതിരിക്കുമ്പോ ആ സൈലൻസിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള്, ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? वो तो होगा बट എന്നെ കൊണ്ടവിടെ പാർക്ക് ചെയ്യിപ്പിച്ച് അടങ്ങൂലേ? പിന്നീട് ഓരോ അതല്ല. സി എനിവേസ് പുള്ളിക്കാരിയെ പ്രഭയ്ക്ക് ഇനിയും കാണേണ്ടതല്ലേ. സോ യു ഹാവ് എ ഗുഡ് ഫ്രണ്ട് ഇൻ മുംബൈ. നമുക്ക് ഇനി പോവാം പ്രഭ, ഇറ്റ് ബി ഫൺ. ഇത് ഔട്ടറിലാണ്, ബൈക്കിൽ പോണ റിസ്ക് ആണ്. അച്ഛന്റെ കാർ എടുത്തൂടെ? ഏയ് അത് ശരിയാവില്ല. क्यों എന്നെ ഈഗോയാ പ്രഭ ഇത്. उसके पापा के साथ बहुत वो है ഈഗോ അല്ലെന്നേ, അതൊരു അത് പപ്പു അല്ലേ? അതെ, അവനങ്ങനെ അകത്ത് കയറി. ആ കഴിഞ്ഞു പപ്പു. നമ്മൾ ഈ മുറിവ് ഉണക്കിയില്ലെങ്കിലേ അന്നത്തെ പോലെ ഡോക്ടർ വന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഉറങ്ങിക്കോട്ടോ, എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അച്ഛൻ അടുത്തുണ്ട് കേട്ടോ. बेचारा पप्पू यार। ഉറങ്ങിയില്ലേ? ഇല്ല, പപ്പുവിനെ ഒരു മുറിവുണ്ട്. പുറത്ത് കിടത്തിയ ഈച്ചയെല്ലാം വന്ന് ആകെ ഇൻഫെക്ഷൻ ആവും. ഇവിടെ ആവുമ്പോൾ എനിക്കൊരു സമാധാനം. पप्पू देख सकता है इसके साथ वाली को, शायद दिलीलू को देख सकता है। ഇത് എന്ന് മുതലാ തുടങ്ങിയത്? 2 വർഷമായി. ആദ്യം വലിയ കുറ്റിയായിരുന്നു, ഇത് ദീപ് കൊണ്ടുവന്നതാ. സുഖാണ്. इसके पापा से पहले हाँ, स्प्रे पप्पू बॉटल के अंदर भी अलमारी हुआ का और होते अब बच्चे के। पप्पू का मतलब पप्पू यहाँ सिर्फ पर पापा कड़ी क्यों कितना है? क्लोज आ गया। അമ്മയുടെ ഒന്നും മാറ്റിയിട്ടില്ല. എല്ലാ ആഴ്ചയും തുളസി കഴുകിത്തരും, ഞാൻ ഇസ്തിരിട്ട് വെക്കും. ഈ
ഈ അലമാര തുറന്നാൽ കുറച്ചു നേരത്തേക്കെങ്കിലും സുജാത ഉള്ളതുപോലെ തോന്നും. എനിക്കതൊരു ധൈര്യ. എന്തു കടന്നോളൂ, ഞങ്ങൾ ഓക്കെയാണ്. ഓ यार इसके पापा कितने अच्छे हो गए हैं ना. അച്ഛാ, ഞാൻ നമ്മുടെ കാർ നാളെ എടുത്തോട്ടെ. Finally इंदु ने बोला. Obviously इंदु. यार कुछ हुआ. यार पता है कुछ नोटिस किया, जैसे जैसे ना वो उसको चक्कर मार रही है, वो उसको शायद मुक्ति मिल रही है. ये क्यों जुड़े एक दूसरे से. कुछ तो है, कुछ रिलेशन है. इधर ये सारे लोग आते हैं. काफी सिंपल है. इसको क्या हो गया. എനിക്ക് പ്രഭനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് പ്രഭയെ ഇഷ്ടമാണ്. അതിപ്പോ എനിക്കും ഡൽഹിയിലും ഇഷ്ടമാണ്. അതല്ല, ഐ മീൻ ലവ് വിത്ത് യു. താങ്ക് യു. Thank you. ഐ ലവ് യു ടു. ഞാനൊരു ഈഗോ ഇല്ലാതെ ഇത്രയും ഫ്രാങ്ക് ആയിട്ടൊരു കാര്യം പറയുമ്പോ പ്രഭ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ये तो भूत है. പെട്ടെന്ന് വേറൊരാൾ വന്നപ്പോ ഞാൻ ആരും അല്ലാതായോ? എന്താ ഡൽഹിയിലും ഇങ്ങനെയൊക്കെ? താനല്ലേ സാധീനെ കാണാൻ വരാൻ പറഞ്ഞത്? ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടും താനല്ലേ ഞങ്ങൾ കണക്ട് ചെയ്തത്. ഇതിപ്പോ സ്വിച്ച് ഇട്ട് പോലെ പ്രേമം എവിടെ നിന്ന് വന്നു? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. പ്രഭ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോട് ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. You're the only one I have. വേറെ ആരും ഇല്ല. Obviously यार. ഇതൊരു ചെറിയ പൊസസീവ്നെസ് ആണ്. അത് മാറിക്കോളും. പിന്നെ കാര്യം പ്രേതമാണെങ്കിലും ഡൽഹിയിലും കല്യാണപ്രായമായിട്ടില്ല. എനിക്കാണ് ഇത് കഴിയാറായി. പ്രഭ, സ്റ്റോപ്പ് കോളിംഗ് മീ പ്രേതം. ഞാനത് പലതവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് വിളിക്കണം? സ്വന്തം പേര് പോലും അറിയാൻ പാടില്ലാത്ത, ഒന്ന് തൊടാൻ പോലും പറ്റാത്ത. പ്രഭ, ലവ് ഇസ് നോട്ട് ഫിസിക്കൽ. എത്ര ദൂരെ നിന്ന് ആൾക്കാർ പ്രേമിക്കുന്നുണ്ട്, എത്ര പ്രായമായിട്ട് ആൾക്കാർ പ്രേമിക്കുന്നുണ്ട്. ഇറ്റ്സ് അബൌട്ട് ദി ഡീപ് ഇമോഷണൽ കണക്ട് വി ഷെയർ. നമ്മൾ രണ്ടാളും തമ്മിൽ അതുണ്ട്. ഇല്ലെന്ന് പ്രഭയ്ക്ക് പറയാൻ പറ്റൂ? यार ये भी करता है ये प्रभा. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സി, ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാണ്. സാദി എന്നെ ഹഗ് ചെയ്തപ്പോ എനിക്ക് എന്റെ മനസ്സ് നിറഞ്ഞു. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് തന്നോടാണ്. അത് സ്പോയിൽ ചെയ്തു. You're so selfish. പ്രഭയ്ക്ക് എന്ത് മാറ്റാണ്? ഞാൻ കൂടെ വന്നിട്ട് പ്രഭയുടെ ലൈഫ് ബെറ്റർ ആയിട്ടല്ലേ ഉള്ളൂ. ഈ സാധ്യ പോലും വന്നത് ഞാൻ കാരണല്ലേ? എല്ലാ ആണുങ്ങളും കണക്ക് തന്നെ. All men are the same. कट कर देगी क्या? Call എടുക്ക്. कहीं ये गंदी वाली दोस्त तो नहीं बन जाएगी. I'm sorry. Talk to her. अब क्या करेगा यार. എനിക്ക് കുറച്ച് പ്രൈവസി വേണം. മോക്ഷം വേണ്ടതേ എനിക്കാണ്. എന്ത് കോപ്പടാ കാണിച്ചത്? നിനക്കൊന്നും വേറെ പണിയിലടാ പുല്ലേ.
कहाँ चले गए? यार कितना हुआ है? अभी इसको दिल्ली को पुकार सकता है। जब उससे पता चला क्रिश्चियन फैमिली से है। ये कुछ मुझे लग रहा है पुराना ही है। അനി മോളോടൊരു കാര്യം പറയാനുണ്ട്. മനസ്സിലായി. നടക്കില്ല വിനോദ്. പുതിയ ഐഫോൺ വാങ്ങാനല്ലേ? ഇവക്കിതൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ട്. അയ്യോ മമ്മി ഐഫോൺ ഒന്നും അല്ല. പിന്നെ അത് പിന്നെ പപ്പ ഒന്ന് പറ. മമ്മി ചേച്ചിക്ക് മുടി ബ്ലൂ കളർ അടിക്കാനാ. ചാക്കോ ബ്ലൂ അല്ല ലാവൻഡർ. അപ്പൊ അതും പറയണോ? എന്റെ പൊന്നു പപ്പ ഇപ്പൊ മെയിൻ കാര്യം പറ. എന്താ അതാനി നമ്മൾ ഇവരുടെ പേരൻസ് മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയല്ലേ. സ്കിപ്പ് ദ ഇൻട്രോ. കാര്യം പറ. മോളൂട്ടിക്ക് ഒരാളെ ഇഷ്ടമാ. ആ കോട്ടയത്തുള്ള ആ ജോ അല്ലേ? അവന്റെ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു. അയ്യേ ജോ ഐഷു ഓൾറെഡി റിലേഷൻഷിപ്പിലാണ്. അതെപ്പോ? അപ്പാ तो किससे ഓക്കെ प्यार करती है? സ്ട്രേറ്റ് ടു ദ പോയിന്റ്. ബാംഗ്ലൂരിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ് കോളേജിൽ നിന്നല്ല ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി. ഞാൻ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് പുറകെ പലവരും വരും, കെയർഫുൾ ആവണമെന്ന്. ആനി ഞാനൊന്ന് പറയട്ടെ, ഇവളാണ് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നത്. अच्छा वही യെസ് നമ്മളോടാണ് ആദ്യമായിട്ട് വിളിത് പറയുന്നത്. ഐ തിങ്ക് വി ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. യാ വി ഷുഡ്. നാളെ അയാൾ വരുന്നുണ്ട്, നമ്മൾ അയാളെ കണ്ട് ഒരു കാപ്പിയെ കുടിച്ച് കൊണ്ട് പോരുന്നു, അത്രേ ഉള്ളൂ. അയാൾക്ക് നിന്നെ ഇഷ്ടമാണോ? അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ബട്ട് ഐ എം സോ ഷുവർ വി ഹാവ് എ ഡീപ്പ് ഇമോഷണൽ കണക്ട്. ഫോട്ടോ കാണിച്ചേ. കണ്ടോ പപ്പ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് മമ്മിയുടെ കുഴപ്പം. ലുക്ക് വെച്ച് ഉടനെ ജഡ്ജ് ചെയ്യും. നമ്മള് നാളെ അയാളെ കാണാൻ പോലെ. ഒരു ഫോട്ടോ तो കാണിച്ചേ. है ही ना यार उनके बच्चे। മമ്മിക്ക് താടി ഇഷ്ടമല്ലല്ലോ. ഹി ഹാസ് എ ബിയേർഡ്. പിന്നെ ഹിന്ദു ആണ്. ആൻഡ് ഹിസ് എ ലിറ്റിൽ ഓൾഡർ ദാൻ മീ. കർത്താവേ. എടോ റിലാക്സ്. ഇവള് പ്രെഡിക്റ്റ് ചെയ്യുന്ന മമ്മിക്ക് ആദ്യം അയാൾ ഇഷ്ടാവാ. നമുക്ക് പോവാം മമ്മി, ചേച്ചി ഹാപ്പി ആവും. നമുക്കോ? പോടാ. यार നാളെ രാവിലെ സ്കൂൾക്ക് ആര് പോവും? ആദ്യം പപ്പയും ഞാനും കാണട്ടെ. वही ना कितने स्वीट है। ചേച്ചി കാണിച്ചു തരാം കേട്ടോ. ഐ എം ഷുവർ യു വിൽ ബി ഹാപ്പി. പ്രോമിസ്. പ്രോമിസ്. यार मतलब काफी लाइक मतलब स्वीट सा मोमेंट चल रहा है। वही अभी एनी किसको प्यार करती थी उसने मतलब कि हम लोगों को नाम पता लगा फाइनली डिलीलू का नाम एनी है। और फिर हम लोगों को ये भी पता लगा कि वो किसी से प्यार करती थी, वो किससे प्यार करती थी, क्या कहीं वो प्रबिंदु तो नहीं था पुराने और जन्म में। मतलब मुझे वो जब दोनों ने हक करी मुझे वो चीज बहुत सस्पिशियस लगी कि वही। मतलब वो फिजिकली एक दूसरे को टच कैसे कर पा रहे वही, हैं, या और- फिर वो कुछ ऐसा चल रहा है कि मतलब बैक इन द माइंड चल रही है। वही, और जो ना प्रबिंदु ने लास्ट में किया वो सीरियसली बहुत बुरा लगा मुझे भी। बाकी देखते हैं कि वाला पार्ट अभी क्लाइमेक्स सीन कैसे होने वाला है। तो गाइस यही था हमारा रिएक्शन। आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारे वीडियो को लाइक करिए, शेयर करिए, कमेंट करिए। और अगर इस चैनल पे नहीं तो सब्सक्राइब करिए। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है, फॉलो करना चाहते हो तो कर सकते हो। तो मिलते हैं एक और न्यू पार्ट के साथ, तब तक के लिए बाय।